കൈരളി ടി.വിയുടെ പടക്കളം പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലാണ് തുടരുന്നത്. പടക്കളത്തിൽ ഇന്ന് ഈ നാടുണ്ട്. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത, ഉപതെരഞ്ഞെടുപ്പിൻ്റെ മുഴുവൻ ശേഷിക്കുന്ന ആവേശവും സമ്മേളിക്കുന്ന ഈ വേദിയായി പാലക്കാട് മാറിയിരിക്കുകയാണ്. ഇവിടെ ഇന്ന് നമ്മുടെ പടക്കളം സംവാദത്തെ സമ്പന്നമാക്കാൻ നാടിനൊപ്പം എത്തിയിരിക്കുന്ന അതിഥികളെ കൂടി പരിചയപ്പെടാം. ആദ്യം UDF വക്താവ് ശ്രീ രതീഷ് പുതുശ്ശേരി, LDFനെ പ്രതിനിധീകരിച്ച് അഡ്വക്കേറ്റ് K പ്രേംകുമാർ, NDA BJPയെ പ്രതിനിധീകരിച്ച് ജോമോൻ ചക്കാലക്കൽ. ആദ്യം UDFൽ നിന്ന് തുടങ്ങാം. അതായത് രതീഷ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത, ഇന്നത്തെ പത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാക്കാണ് സരിൻ നല്ല സ്ഥാനാർത്ഥി, നല്ല വ്യക്തി. പറയുന്നത് K മുരളീധരൻ. സരിൻ നല്ല വ്യക്തി ആയിരുന്നു. ഞങ്ങളുടെ കൂടെയൊക്കെ ഉണ്ടാകുമ്പോൾ സരിൻ നല്ല വ്യക്തിയായിരുന്നു. പക്ഷേ സരിൻ മമ്മൂട്ടിയേക്കാൾ നല്ല അഭിനേതാവാണ് എന്ന് ഞങ്ങൾക്കറിയാൻ വൈകിപ്പോയി. മമ്മൂട്ടിയേക്കാൾ വലിയ ഒരു അഭിനയം ഞങ്ങളുടെ ഇടയിൽ വന്ന് നിന്ന് അധികാരത്തിന് വേണ്ടി ഞങ്ങളുടെ ഇടയിൽ നല്ലവനെ പോലെ അഭിനയിച്ച് ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ താക്കോൽ സ്ഥാനം വരെ വഹിച്ച് ഈ പാർട്ടിയെ കൊണ്ട് അധികാരം നേടാൻ ഒരവസരം നോക്കി നടന്നു. ആ അവസരം ഈ പാർട്ടി നേതൃത്വം ഈ സരിൻ്റെ പോക്ക് മനസ്സിലാക്കിയപ്പോൾ, അധികാരമോഹിയാണ് സരിൻ എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് പാർട്ടി ഈ പാലക്കാട് അസംബ്ലിയിൽ പരിഗണിക്കാത്തത്. മുരളീധരന് ബോധ്യമായില്ല അത്. അല്ല, സരിൻ എന്ന വ്യക്തിയിൽ അധികാരത്തിൻ്റെ ഒരു മത്ത് തലയ്ക്ക് പിടിച്ചിരിക്കുകയാണ്. അദ്ദേഹം IAS രാജിവെച്ച് ഇവിടെ പ്രേമേട്ടനെതിരെ മത്സരിക്കാൻ വന്നപ്പോഴും ചുളുവിലൂടെ എങ്ങനെയെങ്കിലും MLA ആവാം, മന്ത്രിയാവാം, അധികാര താക്കോൽ സ്ഥാനങ്ങൾ കയറി അഭിരമിക്കുക എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. ആ ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പോടുകൂടി അധികാരത്തിൻ്റെ മോഹം അവസാനിപ്പിക്കും ഞങ്ങൾ പാലക്കാട്ടിലെ UDFകാർ. ശ്രീ പ്രേംകുമാർ, എന്താണ് സരിനെപ്പോലെ ഒരു അധികാരമോഹിയാണ് നിങ്ങൾ നിർത്തിയിരിക്കുന്നതെന്ന വ്യക്തി അധിക്ഷേപത്തിൽ നിന്നാണ് UDF ആ അറ്റാക്ക് തുടങ്ങുന്നത്? പിടിച്ചു നിൽക്കാനാകുമോ? കാരണം തെരഞ്ഞെടുപ്പിഞ്ഞടുത്തു, വോട്ടെടുപ്പിഞ്ഞടുത്തു. ഓക്കെ, പാലക്കാട്ടെ ജനങ്ങൾ LDFൻ്റെ സ്ഥാനാർത്ഥി ഡോക്ടർ P സരിനെ വളരെ ആവേശപൂർവ്വം സ്വീകരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സരിൻ മാത്രമായിരുന്നില്ല, കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയയുടെ സംസ്ഥാന ചുമതലക്കാരിൽ ഒരാളായിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു AK ആൻ്റണിയുടെ മകനായിരുന്ന അനിൽ ആൻ്റണി. അദ്ദേഹവും പോയി BJPയിലേക്കാണെന്ന് മാത്രം. BJPയിലേക്ക് അനിൽ ആൻ്റണി പോയപ്പോൾ ഡീലിൻ്റെ ഭാഗമായിട്ട് വലിയ പ്രശ്നമൊന്നും കോൺഗ്രസിനകത്തുണ്ടായില്ല. എന്നാൽ ഡോക്ടർ P സരിൻ പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി DCC നൽകിയ പേര് മാറ്റിക്കൊണ്ട് ഷാഫി പറമ്പിലിൻ്റെ ഒരു നോമിനിയായി അദ്ദേഹം പാലക്കാട് മത്സരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയപ്പോൾ ഇത് തനിക്ക് സ്ഥാനാർത്ഥിത്വം കിട്ടാൻ വേണ്ടിയല്ലെന്നും കോൺഗ്രസിനകത്ത് നടത്തുന്ന ഷാഫി VD സതീശൻ കോക്കസിൻ്റെ ആ നയത്തിനെതിരായിട്ടുള്ള തെറ്റായ നിലപാടിനെതിരായിട്ടുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് താൻ കോൺഗ്രസ് വിടുന്നതെന്നും വ്യക്തമായിട്ട് സരിൻ സൂചിപ്പിക്കുകയുണ്ടായി. സരിൻ മാത്രമല്ല, എത്ര പേർ പാലക്കാട് ജില്ലയിൽ നിന്ന് മാത്രം യൂത്ത് കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹിത്വത്തിൽ നിന്ന് 1/2 ഡസനിലേറെ ആളുകൾ പുറത്തു വരുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ പാലക്കാട്ടെ ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കി, ട്രോളി ബാഗിൽ ക്യാഷ് കൊടുന്ന് നൽകിയിട്ടോ ഏതെങ്കിലും നിലയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടോ ഒന്നും പാലക്കാട്ടെ ജനങ്ങളെ പെട്ടിയിലാക്കാൻ പറ്റില്ല. അതിന് പാകത്തിനുള്ള പെട്ടിയൊന്നും ഇപ്പോൾ പാലക്കാടില്ല. ഇടതുപക്ഷത്തെ ഹൃദയപക്ഷമായി സ്വീകരിക്കാൻ ഈ നാട് തയ്യാറായി കഴിഞ്ഞു എന്നതിൻ്റെ വലിയ വിളിച്ചോതുന്ന നിലയിലുള്ള പ്രകടനങ്ങളും സ്വീകരണങ്ങളുമാണ് ഈ മണ്ഡലത്തിലാകെ സരിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. നല്ല ഭൂരിപക്ഷത്തിന് സരിൻ ഈ മണ്ഡലത്തിൽ വിജയിക്കും. ഈ മണ്ഡലം ഇടതുപക്ഷം തിരിച്ചു പിടിക്കും. തീർച്ചയായും. ശ്രീ ജോമോൻ, അതായത് കുടകര കുഴൽപ്പണത്തിൽ നിന്ന് തുടങ്ങിയതാണ്. ഇപ്പോഴും കുഴൽപ്പണവും കള്ളപ്പണവും ഇവിടെ അവസാനിക്കുന്നില്ല. സമീപത്ത് ചേലക്കരയിലായാലും ഇന്നും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇങ്ങനെ ഒരു സാഹചര്യം 1. 2, വഖഫിനെതിരെ വിമർശനമല്ല, അതിനെ കിരാത എന്ന വാക്കുപയോഗിച്ചുകൊണ്ട് സമൂഹത്തിൽ ഭിന്നത സൃഷ്ടിക്കാനുള്ള സുരേഷ് ഗോപിയുടെ ശ്രമം. B ഗോപാലകൃഷ്ണൻ വാവരസ്വാമിയെ അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് സംസാരിച്ചത് വിവാദമാകുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നുകൂടി എത്തുന്നത്. അസഹിഷ്ണുതയുടെ, മാധ്യമപ്രവർത്തകരോട് പോലുമുള്ള അസഹിഷ്ണുതയുടെ പേരിൽ സുരേഷ് ഗോപി ഇടം പിടിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് പാലക്കാട് വിധി എഴുതുന്നത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ ഈ സമയം വരെ എടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ, ഓരോ കാര്യങ്ങളും നമ്മളെടുത്ത് അപഗ്രഥനം ചെയ്ത് നോക്കിയാൽ, ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ട് അട്ടിമറിക്കുന്ന ഒരു നിലപാടാണ് കാണുന്നത്. LDF ആയാലും UDF ആയാലും ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ട് എങ്ങനെ അട്ടിമറിക്കാമെന്ന് ഇന്ന് ചേലക്കരയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്.
CC ജയൻ എന്ന് പറയുന്ന കൊളപ്പുള്ളിയിലെ ഇടതുപക്ഷ അനുഭാവിയും MP ജയരാജനായും EP ജയരാജനായും ഏറ്റവും അടുത്ത് ഇടപെടുകയും ഏറ്റവും അടുത്ത് മറ്റു വ്യാപാരങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന CC ജയൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പോൾ 5 ലക്ഷം പിടിച്ചു. രാവിലെ 19.7 ലക്ഷം പിടിച്ചെടുത്തു. പൈസ ഇതുവരെയും തിരിച്ചു കൊടുത്തിട്ടില്ല. ഇൻകം ടാക്സിന്റെ കയ്യിലാണ് ആ പണം വന്നിരിക്കുന്നത്. പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ് ഇടതുപക്ഷവുമായി അല്ല, കൃത്യമായി നിങ്ങൾ വാർത്തകൾ എടുത്തോ. അദ്ദേഹത്തിന് SNDPയുമായിട്ടുള്ള ബന്ധമുണ്ട് എന്ന് പറഞ്ഞ് അതിന് നേരെ BDJSന്റെ തൊഴുത്തിൽ കൊണ്ട് കെട്ടാൻ നോക്കിയാണ്. എന്നാൽ അതല്ല സത്യം. നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ടറിയാം. ഇവിടെ ട്രോളി ബാഗിൽ പണമിറക്കിയും ചേലക്കരയിൽ പ്രകാരമുള്ള പണമൊക്കെ ഇറക്കി ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന നിലപാടിൽ നിങ്ങൾ രണ്ടുപേരും പുറകോട്ട് പോകണമെന്ന് ഞങ്ങൾ ഇനി പറയുന്നു. BDJSന്റെ പ്രവർത്തകൻ നല്ല ബോധ്യമുണ്ട്. BDJSന്റെ പ്രവർത്തകൻ എന്ന് ലൈവായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുമ്പോ ഇത്രയും ഗൗരവത്തിന് നുണ പറയാൻ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ്. ഗൗരവത്തിൽ വഖഫ് ബോർഡിനെ കുറിച്ച് താങ്കൾ ചോദിച്ചുകൊണ്ട് പറയുകയാണ്. അല്പം മുമ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞു, ഈ കിരാത നിയമത്തെ ഞങ്ങൾ അറബിക്കടലിൽ ചവിട്ടി വലിച്ചെറിയുമെന്ന്. ഇവിടെ ഇരിക്കുന്ന ഈ ജനങ്ങളോട് കൂടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ കൊയ്യും വയലെല്ലാം ഞങ്ങളുടേതാകും പൈങ്കിളിയെ എന്ന് പണ്ട് കവിത എഴുതിയതുപോലെ ഈ സ്ഥലം മുഴുവൻ ഞാൻ നാളെ എഴുതി വെക്കാണ്. വഖഫ് ബോർഡിന് ഞാൻ കോട്ട മൈതാനം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ നാളുകളിൽ ആരെങ്കിലും അതാ ജോമോൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് കോടതിയിലും അല്ലെങ്കിൽ ഈ വഖഫിൻ്റെ ബന്ധപ്പെട്ട ട്രൈബ്യൂണലിലും പോയി കഴിഞ്ഞാൽ ഈ കോട്ട മൈതാനം വഖഫിന് ലഭിക്കുന്ന കിരാത നിയമം അറബിക്കടലിൽ തള്ളുമെന്ന് അടിവരയിട്ട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ദുർബലമാണോ ഇന്ത്യൻ സിസ്റ്റം? ദുർബലമല്ല. അതെ, ദീർഘവീക്ഷണമില്ലാത്ത നെഹ്റുവിനെ പോലെയുള്ള ചില പ്രധാനമന്ത്രിമാർ ഇന്ത്യയിൽ ചെയ്തു വെച്ച ഈ BJPക്കാർക്ക് ഒന്നും പറയാൻ അറിയില്ലെങ്കിൽ വെറുതെ വേണ്ടാത്ത വർത്തമാനം പറയരുത്. വേണ്ടാത്ത വർത്തമാനം മര്യാദയില്ലല്ലോ. അദ്ദേഹത്തിന് അറിയില്ല വഖഫ് നിയമം ആരാണ് കൊണ്ടുവന്നത്. ഞാനൊരു കാര്യം പറയാം. വഖഫ് നിയമം കൊണ്ടുവന്നതോ അതിനോടുള്ള വിമർശനമോ അല്ല. ഒരു ഞങ്ങളത് ഉത്തരവാദിത്തോടു കൂടെ പറയുന്നു. ജനങ്ങൾക്ക് പറയാം. നമുക്ക് പാലക്കാടിൻ്റെ വികസനമാണ് ആവശ്യം. നമുക്ക് പാലക്കാട് കേന്ദ്രമാക്കി MLA സ്ഥലത്തുണ്ട്, BJPയുടെ പ്രതിനിധി. ഞാൻ കഴിഞ്ഞ 1-2 മീറ്റിങ്ങുകളിൽ പറഞ്ഞിരുന്നു, നമുക്ക് പാലക്കാട് ഒരു കോർപ്പറേഷൻ വേണ്ടേ, നല്ലൊരു പ്രദേശമാവണ്ടേ പാലക്കാട്. അതുകൊണ്ട് പാലക്കാട് നമുക്കൊരു കോർപ്പറേഷൻ ആക്കാൻ കോൺഗ്രസും CPM-ഉം BJPയും സഹകരിച്ച് മുന്നോട്ട് സഹകരിക്കുമോ? നമുക്ക് ഈ പാലക്കാട്ട് ഏറ്റവും നല്ല വികസന കേന്ദ്രമായി മാറും. ഞാനിവിടുത്തെ ഒരു സ്ഥാനാർത്ഥിയാണ്. ഞാനിവിടെ 256 വോട്ടിന് ഞാൻ ജയിച്ച് നിൽക്കുകയാണ്. നിങ്ങൾ മത്സരരംഗത്തുണ്ടായിക്കോട്ടെ, സന്തോഷം. പാലക്കാട് തന്നെയാണ്, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. 256 വോട്ടിന് സാർ പാലക്കാടിൽ മാത്രം 10,000-കണക്കിന് ഭിന്നശേഷിക്കാരുണ്ട് സാർ. അതേപോലെ തന്നെ കാഴ്ചയില്ലാത്ത 10,000-കണക്കിന് ആൾക്കാരുണ്ട് സാർ. സാർ ഇവർക്കുള്ള പെൻഷൻ അതേപോലെ ഈ കാഴ്ചയില്ലാത്ത ആൾക്കാരെ നോക്കുന്ന ആൾക്കാർക്കുള്ള പെൻഷൻ ഇതൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല സാർ. അതുപോലെ തന്നെ നമ്മൾ ഈ കോഴിക്കൊക്കെ നമ്മൾ ഇറച്ചിക്ക് ലൈസൻസ് കൊടുക്കുന്നുണ്ട്. ആടിനും മാടിനും കോഴിക്കും എല്ലാത്തിനും നിങ്ങൾ ലൈസൻസ് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ വേസ്റ്റ് എവിടെ കൊണ്ടിടുന്നത് നിങ്ങൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അത് സംസാരിക്കുന്ന പ്ലാന്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടോ? പക്ഷേ അനുമതി കൊടുക്കുമ്പോൾ തന്നെ വേസ്റ്റ് മാനേജ്മെന്റ് അവിടെ അതിനുള്ള സജ്ജീകരണങ്ങളും ജീവിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്. അടുത്ത ചോദ്യം, 2 പ്രാവശ്യം അധികാരത്തിൽ വന്നപ്പോൾ 2,600 ആക്കാൻ പറഞ്ഞു സാർ. ഇപ്പൊ 1,600 രൂപ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. വിവാദങ്ങളിൽ മാത്രം നിൽക്കാതെ വികസന കാര്യങ്ങളിൽ നിങ്ങൾ 3 മുന്നണികളും കൈകൊടുക്കണം. മോയിൻസ് LP സ്കൂളിൻ്റെ 10 ക്ലാസ് മുറികൾ കെട്ടാൻ അനുവാദം കൊടുത്തിട്ട് 8 വർഷമായിട്ട് പണി പൂർത്തിയായിട്ടില്ല. മോയിൻസ് ഹയർ സെക്കൻഡറി സ്കൂള് ഡിജിറ്റലൈസേഷൻ ചെയ്യാൻ പറഞ്ഞിട്ട് വർഷങ്ങൾ 8 ഒന്നും ആയിട്ടില്ല. KSRTC സ്റ്റാൻഡ് പണിയായിട്ടുണ്ട്, അതിന് നമ്പർ കൊടുത്തിട്ടില്ല. ടൗൺ ഹാൾ പൊളിച്ചിട്ട് 8 വർഷമായി, ഒന്നും ആയിട്ടില്ല. മെഡിക്കൽ കോളേജ് കെട്ടിയെന്നല്ലാതെ അതിന് വേണ്ട സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. ഇതെല്ലാം നിങ്ങൾ ഒന്നിച്ച് നിന്നാൽ മാത്രമേ നടക്കൂ എന്നുള്ള ഒരു ശരി നമുക്ക് ഇവരോട് ചോദിക്കാം. അതായത് വികസന പ്രശ്നങ്ങൾ 2 തവണ 3 തവണയായി ഭരിക്കുന്ന 2011 മുതൽ ഭരിക്കുന്ന
ഷാഫി പറമ്പലിനെതിരായ വികസന പ്രശ്നങ്ങളുണ്ട്, നഗരസഭയ്ക്കെതിരായുണ്ട്. ആദ്യം നിയമസഭയെ സംബന്ധിച്ച്. അതായത് പാലക്കാട് മോയൻ സ്കൂളിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഷാഫി പറമ്പിൽ MLA ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട്. അവിടെ സച്ചിൻ ടെണ്ടുൽക്കർ MP-യുടെയും വയലാർ രവി MP-യുടെയും AK ആൻ്റണി MP-യുടെയും ഉൾപ്പെടെ പല നേതാക്കന്മാരുടെ രാജ്യസഭാ ഫണ്ട് കൂടി ഉപയോഗിച്ചുകൊണ്ട് അവിടെ മോയൻസിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ആ വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്ന പണിയാണ് ഇടതുപക്ഷം ചെയ്യുന്നത്. ഇവിടെ പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡ് പ്രവർത്തനം തുടങ്ങിയപ്പോൾ ആ പ്രവർത്തനത്തിന് വേണ്ടി മുൻപോട്ട് പോകുമ്പോൾ ഇടതുപക്ഷം അതിനെ തുരങ്കം വെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഷാഫി പറമ്പിലെ നേതൃത്വത്തിൽ അവിടെ ഏകദിന ഉപവാസം നടത്തി അത് പൊതുജനങ്ങളുടെ മധ്യത്തിൽ എത്തിച്ച് അത് ചർച്ചയായപ്പോഴാണ് അവിടുത്തെ സാങ്കേതിക തടസ്സം നീങ്ങിയത്. അതുപോലെ ഇവിടെ മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നത് അത് ഷാഫി പറമ്പിൽ MLA-യുടെ വികസന നേട്ടത്തിൻ്റെ ഏറ്റവും പൊൻതിളക്കത്തോട് കൂടി നിൽക്കുന്നതാണ്. ഷാഫി പറമ്പിൽ ഇവിടെ MLA ആയതിനു മുമ്പ് ഇവിടെ പാലക്കാട് നിന്നും മഹാരഥന്മാരായ ഇവിടുത്തെ EMS-ഉം AKG-യും നമ്മുടെ നായനാറും ശിവദാസമേനോൻ ഉൾപ്പെടെയുള്ള മഹാരഥന്മാർ ഇവിടെ നിന്ന് ജയിച്ച MLA-യും മന്ത്രിയും പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഒക്കെ ആയിട്ട് പോലും ഇവിടേക്ക് അനുവദിക്കാത്ത വികസനമാണ് ഷാഫി അനുവദിച്ചത്. ഷാഫിയുടെ വികസനത്തെ ഇവരെ തുരങ്കം വെച്ച് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് മൂക്ക് മുറിച്ച് ശകുനം മുടക്കി വികസന മുടക്കികളായി ഇടതുപക്ഷവും BJP-യും മാറിക്കൊണ്ടിരിക്കുക. അതിന് പ്രിയമുള്ളവരെ, ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി 15,000-ൽ കൂടുതൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഇവിടെ ഷാഫി പറമ്പിലിന്റെ വികസനത്തിന് നാട്ടിലെ ജനങ്ങൾ വോട്ട് ചെയ്യുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതായത് പ്രേംകുമാറിനെതിരെയുള്ള പ്രധാന ആരോപണം വികസനം മുടക്കികൾ എന്നുള്ളതാണ്. സീപ്ലെയിൻ 11 വർഷം മുമ്പ് പ്രിയങ്കരനായ മൺമറഞ്ഞു പോയ ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന സീപ്ലെയിൻ പദ്ധതിയെ AITUC-യും CIT-യും ഒക്കെ ഇദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കുന്ന നമ്മുടെ ചിത്തരഞ്ജൻ ഉൾപ്പെടെ ഉള്ള MLA-മാർ ആ സീപ്ലെയിൻ പദ്ധതിയെ തുരങ്കം വെച്ച് 11 വർഷം വൈകിപ്പിച്ചില്ലേ? അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് വികസന വിരോധികളാണ് ഇടതുപക്ഷത്തിന്റെ ആളുകൾ. ശരി, ഈ വികസന വിരോധികളാണ്. ക്ഷേമ പെൻഷന്റെ വിഷയങ്ങൾ രംഗത്തെത്തുന്നു. ഇടതുപക്ഷത്തിന് മറുപടി ഉണ്ടോ? ഇടതുപക്ഷത്തിന് തീർച്ചയായും മറുപടിയുണ്ട്. ഒന്ന്, ക്ഷേമ പെൻഷനുകൾ കേരളത്തിൽ അനുവദിക്കുന്നത് ആദ്യമായിട്ട് നായനാരുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ്. കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ അനുവദിക്കുന്നതിന് വേണ്ടി ആ ഗവൺമെൻറ് തീരുമാനിച്ചപ്പോൾ അത് കിട്ടിയാൽ അവർ കള്ളു കുടിച്ച് കളയുമെന്ന് പറഞ്ഞയാളാണ് കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന K. കരുണാകരൻ. എല്ലാ സാമൂഹ്യക്ഷേമ പെൻഷനുകളെയും ഇന്നേ വരെ കേരളത്തിൽ UDF അധികാരത്തിൽ വന്ന് ആകെ പെൻഷൻ വർദ്ധിപ്പിച്ചത് ഒരു 100 രൂപയാണ്. 45 രൂപയിൽ നിന്ന് 1600 രൂപയിലേക്ക് കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എത്തിയതെങ്കിൽ അതിൽ ഒരു 100 രൂപയുടെ വർധന മാത്രമാണ് UDF. മറ്റെല്ലാ വർധനയും നടത്തിയത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോഴാണ്. കേരളത്തിൽ 18 മാസത്തെ പെൻഷൻ കുടിശ്ശിക വെച്ച ഗവൺമെൻറ്റാണ് UDF. ആ കുടിശ്ശിക തീർത്തു കൊടുത്ത ഗവൺമെൻറ്റാണ് കേരളത്തിലെ LDF. 600 ഉണ്ടായിരുന്ന പെൻഷൻ 1600 ആക്കി മുടങ്ങാതെ ജനങ്ങളുടെ കൈകളിലെത്തിക്കാനാണ് കേരളത്തിലെ ഗവൺമെൻറ് ശ്രമിച്ചത്. പക്ഷേ കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം, കേരളത്തിൻ്റെ റവന്യൂ കമ്മി ഗ്രാൻഡ്, ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡ്, വായ്പ എടുക്കാനുള്ള കേരളത്തിൻ്റെ അധികാര പരിധി അതെല്ലാം കുറയ്ക്കുന്ന സാഹചര്യമുണ്ടായപ്പോൾ ചെറിയ ഒരു പ്രയാസം വന്നു. കുടിശ്ശിക 5 മാസം ഉണ്ടായി, 3 മാസത്തെ ഇപ്പോൾ കൊടുത്തു. ശേഷിക്കുന്ന 2 മാസത്തെ കുടിശ്ശികയാണുള്ളത്. 2025 മാർച്ചിന് മുമ്പായി 1 മാസത്തെ പോലും പെൻഷൻ കുടിശ്ശികയില്ലാതെ മാസാമാസം പെൻഷൻ വീടുകളിൽ എത്തിക്കുമെന്ന് പറഞ്ഞ ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഗവൺമെൻറ്. വികസനവുമായി ബന്ധപ്പെട്ട് പാലക്കാട് മണ്ഡലവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പാലക്കാട് മണ്ഡലത്തിൽ 3 ടേമായി ജയിച്ച ഇവിടുത്തെ MLA എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? പാലക്കാട് ടൗൺ ഹാൾ ഒറ്റപ്പാലത്ത് ചെയ്തത് പറയാം. ഏതാ അറിയേണ്ടത്? ഒറ്റപ്പാലത്തെ പറയാം. ഒറ്റപ്പാലത്തെ അറിയണോ? ഒറ്റപ്പാലത്തെ നമുക്ക് ചർച്ചയാക്കാം. കിഫ്ബി പദ്ധതിയിൽ 4 പദ്ധതികൾ പൂർത്തീകരിച്ചു സഹോദര. അതെ, ഒറ്റപ്പാലത്തെയാണ് ചർച്ചയെങ്കിൽ ഇപ്പൊ പറയാം. അതെ, പാലക്കാട്ടെ വിഷയമാണ് പറയുന്നത്. നിങ്ങൾ പറഞ്ഞോ, നിങ്ങൾ ചോദിച്ചോ. നിങ്ങൾ പറയുമ്പോ ചോദിച്ചതിന് മറുപടി പറയാം. പാലക്കാട് മണ്ഡലത്തിൽ MLA മുൻകൈയെടുത്ത് നടത്തിയ പൂർത്തീകരിച്ച വികസന പ്രവർത്തനം എന്താ? ഞാൻ പറയട്ടെ, പാലക്കാട് മെഡിക്കൽ കോളേജ് എന്ത് ചെയ്തു എന്നാ പറയുന്നത്? എത്ര ലക്ഷം രൂപ UDF ഗവൺമെന്റിന്റെ കാലത്ത് മെഡിക്കൽ കോളേജിന് ചെലവാക്കി UDF-ന്റെ പ്രതിനിധി പറയട്ടെ.
എത്ര ലക്ഷം രൂപ, ആ, എത്ര പറയാനുള്ള കോടി രൂപ, കഴിവില്ലേ? എത്ര അപാരമാണ്. കോടി രൂപ ഇടതുപക്ഷത്തിന്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കഴിഞ്ഞ 8 കൊല്ലത്തിനിടയിൽ മെഡിക്കൽ കോളേജിന് ചെലവാക്കി. മെഡിക്കൽ കോളേജ് ഇന്ന് കാണുന്ന നിലയിലാക്കുന്നതിന് ഫണ്ട് ഏതാണ്ട് 90% അനുവദിച്ചത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ്. MLA മുൻകൈയെടുത്ത് നടത്തിയ വികസന പ്രവർത്തനത്തിന്റെ, നഗരസഭ നടത്തിയ പ്രവർത്തനത്തിന്റെ വിശകലനം ആളുകൾക്ക് അറിയുന്നുണ്ട്. ശരി, ശരി. നഗരസഭയിലെ റോഡുകൾ, അതുപോലെ തന്നെ മോയൻസ് സ്കൂളിന്റെ ഫണ്ട് വിനിയോഗിക്കാൻ കഴിയാതെ, അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ, അതിന് നേതൃത്വം നൽകാൻ കഴിയാതെ MLA ആ ഫണ്ട് പൂർണ്ണമായും വിനിയോഗിക്കാതെ പോയത്. പാലക്കാട് ടൗൺ ഹാൾ ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങളിൽ BJP സ്വീകരിക്കുന്ന നിരുത്തരവാദപരമായ സമീപനം അതെല്ലാം ഈ നാട് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. തകർന്നു കിടക്കുന്ന റോഡ് വിതരണം, അവതാളത്തിലായിട്ടുള്ള കുടിവെള്ളം, അതുപോലെ തന്നെ നാടിൻ്റെ വികസനം, ഈ മേഖലയിൽ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്ന സാഹചര്യമുണ്ടാകും. അതിന് സ്വാഭാവികമായും ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രതിനിധി, കേരളത്തിലെ ഗവൺമെൻറ്റിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രതിനിധി, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗമായ ഒരു MLA ഈ മണ്ഡലത്തിൽ നിന്നുണ്ടായാൽ നല്ല നിലയിലുള്ള വികസന മുന്നേറ്റം തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതിന് ജനങ്ങൾ ഇടതുപക്ഷം ശരി 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 ഒരു മിനിറ്റ് ബിജെപിയുടെ റോളും കൂടെ അതായത് നഗരസഭയ്ക്കെതിരെ വലിയ ആക്ഷേപമാണ്. ഈ മാലിന്യ സംസ്കരണം അടക്കം തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന നിലയിൽ വലിയ പരാജയമാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ജനങ്ങൾ. ഈ രണ്ട് മുന്നണിയുടെ പ്രതിനിധികളും പറയുമ്പോൾ മിണ്ടാതിരുന്നു. ദയവേത് രതീഷ് പുൽശ്ശേരി, താങ്കൾ ജില്ലാത്ത ഓരോ വർത്തമാനം പറയുമ്പോൾ സ്വാഭാവികമായും പാലക്കാട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പോകുമ്പോൾ രതീഷ്, താങ്കളുടെ അവസരം വരുമ്പോൾ താങ്കൾ പറയൂ. ഒരു മിനിറ്റ് പാലക്കാട് അറിയാതെ വർത്തമാനം പറയാം. ശരി 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 ജോമോൻ, വികസനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് നല്ല കാഴ്ചപ്പാടുണ്ട്. ശ്രീ നരേന്ദ്രമോദി ഈ പാലക്കാട് ജില്ലയിലേക്ക് തന്നെ, അസഹിഷ്ണുത കാണിക്കുന്ന സഹോദര അവസരം തരാം. ശ്രീ നരേന്ദ്രമോദി പാലക്കാട് ജില്ലയിലേക്ക് തന്നെ ഒരു 1.5-2 മാസം മുമ്പ് തന്നെ 3750 കോടി രൂപയുടെ വികസനം, 51,000 തദ്ദേശ, ഒരു മിനിറ്റ് പറയാം, 51,000 തദ്ദേശവാസികൾക്ക് സ്ഥിരം ജോലിയും ലക്ഷക്കണക്കിന് ആളുകൾക്ക് താൽക്കാലിക ജോലി ലഭിക്കുന്ന ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി ഈ പാലക്കാട് ജില്ലയ്ക്ക് നരേന്ദ്രമോദി തൊട്ടടുത്ത് കൊടുത്തിട്ടുണ്ട്. അധികം പഴയതല്ല. IIT പോലുള്ള വികസന പ്രവർത്തനങ്ങൾ ഇവിടെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ പറയാം. പിന്നെ നിങ്ങളിവിടെ ഇപ്പോൾ ഈ താങ്കൾ പറഞ്ഞു ഇവിടെ ഈ മെഡിക്കൽ കോളേജിനെ കുറിച്ചൊക്കെ. ഈ മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. താങ്കളുടെ കൈയൊന്നൊടിഞ്ഞാൽ, ഒടിയാതിരിക്കട്ടെ, എൻ്റെ കൈയൊന്നൊടിഞ്ഞാൽ അവിടെ പോയാൽ പ്ലാസ്റ്റ് ഇടാനുള്ള ഒരു അവസ്ഥ പോലും ഒരു മെഡിക്കൽ കോളേജിന് ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ ലോകത്തേതെങ്കിലും മെഡിക്കൽ കോളേജ് ലോകത്ത് ഒരു മിനിറ്റ് ലോകത്ത് ഞാൻ പറഞ്ഞേട്ടെ ആളുകളെ ഞാൻ പറയാം. ഒരു ആക്സിഡന്റ് കേസോ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ, ഞാൻ അവിടുത്തെ വിദ്യാർത്ഥികളുമായി നേരിട്ട് സംസാരിച്ചിട്ടുള്ളതാ, ഒരു ആക്സിഡന്റ് കേസ് എത്തിക്കഴിഞ്ഞാൽ കോയമ്പത്തൂരിലേക്ക് റെഫർ ചെയ്യാനും തൃശ്ശൂരിലേക്ക് റെഫർ ചെയ്യാനും മാത്രമായി ഒരു മെഡിക്കൽ കോളേജ് ലോകത്തുണ്ടെങ്കിൽ അത് പാലക്കാട് മെഡിക്കൽ കോളേജ്. ഒടിയാത്ത കൈ അവിടെ പോയി പ്ലാസ്റ്റർ ഇട്ട് വന്നതിനെ കുറിച്ച് ഞാൻ പറയാം. എന്റെ അവസരം ഒരു മിനിറ്റ്. പാലക്കാട് മെഡിക്കൽ കോളേജിലെ OP-യിൽ വെച്ചിട്ടാണ് പറയാം. ഒരു ഹെയർലൈൻ സ്ക്രാച്ച് വന്നു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തെ വർക്കിച്ചേട്ടന്റെ ഇവിടെ പോയാലും ക്ലിനിക്കിൽ പോയാലും ഇടാം. ഞാൻ പറഞ്ഞു വന്നത് ഒരു മുന്നണി ആയതുകൊണ്ട് ഈ മെഡിക്കൽ കോളേജ് ജോമോൻ തന്റെ വാദം നിർത്തി
ഈ കയ്യൊന്ന് ഉളുക്കിയത് ഒരു മെഡിക്കൽ കോളേജിൽ കൈ ഉളുക്കിയതിന് ഒരു മെഡിക്കൽ കോളേജല്ല. ഒരു അനുഭവ സാക്ഷ്യം ഉയർത്തി വരുമ്പോ ജനങ്ങളുടെ വായുകളോട് നമുക്ക് എതിരിടാനാകില്ല. അവരുടെ അനുഭവ സാക്ഷ്യം എന്താണ് ഇത് കേട്ടപ്പോ മോന് തോന്നിയത്? മോന്റെ പേരെന്താ? എന്റെ പേര് ഭുവനേഷ്. ഞാൻ പാലക്കാട് മെഡിക്കൽ കോളേജിലെ ഒരു MBBS വിദ്യാർത്ഥിയാണ്. ഇത് ശരി അങ്ങനെ പറ്റില്ല. എവിടാ പ്ലാസ്റ്റർ ഇട്ടത്? നാട്ടുകാരോട് ഇങ്ങനെ പറയരുത്. ഇത് എവിടാണ് പ്ലാസ്റ്റർ ഇട്ടത്? നടക്കുന്നുണ്ടോ ഒരു മെഡിക്കൽ കോളേജ്? ഒരു മെഡിക്കൽ കോളേജ് സ്റ്റുഡൻസിന് കിട്ടുന്ന പ്രാക്ടിക്കൽ മുഴുവൻ അവിടെ കിട്ടുന്നുണ്ടോ? ഇത് എവിടാണ് പ്ലാസ്റ്റർ ഇട്ടത്? എന്താണ് മോന് പറയാനുള്ളത്? ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. 2014 ആരംഭിച്ച മെഡിക്കൽ കോളേജാണ്. 2014 ഒരു അക്കാഡമിക് ബ്ലോക്ക് കൊണ്ട് മാത്രമാണ് മെഡിക്കൽ കോളേജ് തുടങ്ങിയത്. 2016 അവസാനം പാതി പണി കഴിഞ്ഞ ഒരു ഹോസ്റ്റൽ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. 2016 ഇപ്പുറം ഇപ്പൊ അവിടെ ഒരു IP പ്രവർത്തിക്കുന്നുണ്ട്, OP പ്രവർത്തിക്കുന്നുണ്ട്. പരിമിതികളുണ്ട്. കാഷ്വാലിറ്റി തുടങ്ങിയിട്ടില്ല. പക്ഷേ സൗകര്യം വ്യക്തമാണ്. UDF പ്രതിനിധി ഒരു കാര്യം മനസ്സിലാക്കണം. ഷാഫി പറമ്പലിലെ ഔദാര്യമല്ല മെഡിക്കൽ കോളേജ്. അതെ, പാലക്കാട് ജനങ്ങളെ ഹർത്താലും ബന്ധും നടത്തിയിട്ട് നേടിയെടുത്ത ഒരു ചിരകാല സ്വപ്നമാണ് പാലക്കാട് മെഡിക്കൽ കോളേജ്. അല്ലാത്ത ഷാഫി പറമ്പലിന്റെ പട്ടാമ്പിയിൽ നിന്ന് കൊണ്ടുവന്ന അവതാരി സ്വത്തല്ല മെഡിക്കൽ കോളേജ്. ആദ്യം മനസ്സിലാക്കുക. ജനങ്ങളെ നികുതി പണമാണ് ഇവിടുത്തെ ഏത് MLA ഏത് MP ഒരു മെമ്പറും ചെലവഴിക്കുന്നത്. അതല്ലാതെ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് കാശെടുത്തിട്ടല്ല ചെലവഴിക്കുക. ആദ്യം മനസ്സിലാക്കുക. പിന്നെ ആ പയ്യൻ പറഞ്ഞ തെറ്റുപടി ഞാൻ പറഞ്ഞു തരുന്നു. കാരണം ഡോക്ടർ പറഞ്ഞാണോ തെറ്റ്? അവിടെ പ്രാക്ടിക്കലില്ല. മൂന്ന് മുന്നണികളും കൃത്യമായി നയം വ്യക്തമാക്കണം. എന്ത് ഈ ഗവൺമെന്റ് പൊന്നു സഹോദരൻ ഈ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തറക്കല്ലിട്ട് ഉദ്ഘാടനം നടത്തിയാലും ഇത് കൃത്യമായി നടപ്പാക്കാൻ MLAക്കും കഴിഞ്ഞിട്ടില്ല, ഇവിടുത്തെ ഗവൺമെന്റിനും കഴിഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരു MBBS വിദ്യാർത്ഥി ഇവിടെ കൈ പ്ലാസ്റ്ററിട്ട് ഇറക്കിയിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു വരണം. മെഡിക്കൽ കോളേജ് വിഷയത്തില് ഈ ഇടതുപക്ഷ സർക്കാരിന്റെ പ്രതിനിധിയായ MLAക്ക് ഈ മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കാൻ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? കേരളത്തിൽ മറ്റെല്ലാ മെഡിക്കൽ കോളേജുകളും ആരോഗ്യ വകുപ്പിന് കീഴിലാണ്. പട്ടികജാതി വകുപ്പിന് കീഴിലുള്ള ഏക സർക്കാർ മെഡിക്കൽ കോളേജാണ് പാലക്കാട്ടെ മെഡിക്കൽ കോളേജ്. ആ മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനത്തിന് മുന്തിയ പരിഗണന നൽകി അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നല്ല നിലയിൽ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്. നിലവിലുള്ള പോരായ്മകൾ, പരിമിതികൾ മറികടക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഇടപെടലും കേരളത്തിലെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്, തുടർച്ചയായി ഉണ്ടാവുകയും ചെയ്യും എന്ന് ഈ സന്ദർഭത്തിൽ ഉറപ്പ് നൽകുകയുമാണ്. ശരി. ഗുജറാത്തിന്റെ UPന്റെ അവസ്ഥ എന്തായാലും കേരളത്തിനില്ല. പിന്നെ എനിക്ക് BJP പ്രതിനിധിയോട് ചോദിക്കാനുള്ളത്, അതായത് നെഹ്റു മുൻവിധിയില്ലാതെ ഭരിച്ചതുകൊണ്ടാണ് ഇന്ത്യ ഇങ്ങനെ ആയിരുന്നത്. എന്ത് യോഗ്യതയുണ്ട് BJPക്ക് നെഹ്റുവിനുമായിട്ടുള്ള മഹാൻ പേര് ഉപമിക്കാൻ? കാരണം നെഹ്റുവിനുമായിട്ടുള്ള ഒരു മഹാനെ കുറിച്ച് എന്ത് യോഗ്യത ഉണ്ട് BJPക്ക് പറയുന്നത്? കാരണം പണാധിപത്യം കൊണ്ടും വർഗീയത പറഞ്ഞും EVM മിഷൻ കൊണ്ടും ഭരണത്തിലേറി എല്ലാ കമ്പനികളും പ്രൈവറ്റ് ആൾക്ക് കൊടുക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധി ഒരു മുനിസിപ്പാലിറ്റി പോലും നല്ലപോലെ ഭരിക്കാൻ കഴിയാത്ത നിങ്ങൾ എങ്ങനെ MLA ആകുക? അപ്പോ നിങ്ങൾ ഇവിടെ ഒരിക്കലും ഇവിടെ വരാൻ പോകണില്ല BJP. കാരണം ഇതിൽ BJP ഭരിക്കുന്നതാണ് മുനിസിപ്പാലിറ്റി. ഈ മുനിസിപ്പാലിറ്റിയിൽ
BJP ഒരു ഗുണങ്ങൾ ഇവിടെ ഇല്ല ഉണ്ടായിട്ടില്ല. BJP ഒരു ഗുണം ഏതെങ്കിലും ഒന്ന് അമൃത് പദ്ധതി ഇവർ പറയുന്നു അങ്ങനെ അഴിമതിയാണ്. എവിടെ അമൃത് പദ്ധതിന്റെ വികസനം അതൊരു പദ്ധതി നേട്ടമില്ലേ? പറയാൻ നേട്ടണ്ട്, പക്ഷെ പദ്ധതിയിലെ വികസനം വേണ്ടേ? നമ്മുടെ കൗൺസിലർമാരും മറ്റു നേതാക്കന്മാരും വിസിറ്റാ മതിയോ? പാലക്കാട് ജനങ്ങൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ അമൃത് പദ്ധതിക്ക് വേണ്ടി പണം ചെലവാക്കിയ ഒരു മുനിസിപ്പാലിറ്റി ഉണ്ടെങ്കിൽ MLA ഷാഫി പറമ്പിന്റെ ഔദാര്യം എല്ലാം പറയല്ലോ. അപ്പൊ ഇവരുടെ BJP ഗവൺമെന്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവരുടെ ഔദാര്യമാണോ? അവരുടെ ഔദാര്യമോ? നരേന്ദ്രമോദിയുടെ ഔദാര്യമാണോ? അംഗനവാടി വഴി കൊടുക്കുന്ന അമൃതം പൊടി അല്ല. ആദ്യം അത് മനസ്സിലാക്ക്. അത് എന്താന്ന് മനസ്സിലാക്ക്. ആരെങ്കിലും പറയുന്നത് കേട്ട് എന്തെങ്കിലും നഗരസഭയുടെ വികസനം മുരടിച്ച എണ്ണി പറയൂ. ഇന്ത്യയിൽ തന്നെ ഇത്രയേറെ കോടി ചെലവഴിച്ച താങ്കള് മുൻവിധിയോടുകൂടി താങ്കൾ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ഇവിടെ വരികയില്ല എന്നൊക്കെ. അത് ജനം തീരുമാനിക്കും. അത് നിങ്ങളെ പോലെയുള്ള കൽപ്പാത്തി സൗന്ദര്യവൽക്കരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ അമൃത പദ്ധതി ഉൾപ്പെടുത്തിയ ഫണ്ട് ലാപ്സ് ആയി പോയിട്ടുണ്ടല്ലോ. അതാണോ നിങ്ങളുടെ വികസനം? അതാണോ നിങ്ങളുടെ വികസനം? അമൃത പദ്ധതി ഉൾപ്പെടുത്തിയതാണ് അല്ലേ? പിന്നെ പാലക്കാടിന്റെ പൈതൃകമായ കൽപ്പാത്തി വികസനത്തിന് മാറ്റി വെച്ച ഫണ്ട് ലാപ്സ് ആയി കഴിഞ്ഞതാരാ? UDF അല്ല ഭരിക്കുന്നത്, BJP ആണ്. ഇതാണ് നിങ്ങളുടെ വികസനം. അതായത് ലാപ്സാക്കി 18 കോടി, അതിന്റെ 88% ഫണ്ട് ലാപ്സാക്കി. നിങ്ങളുടെ പദ്ധതി വിഹിതം പോലും കിട്ടിയിട്ടില്ല. അതാണ് സ്കൂളിന്റെ ഡീറ്റലൈസേഷനെ കുറിച്ച് പറഞ്ഞു. MLA ഈ 2-3 പ്രാവശ്യമായി ജയിച്ച MLA അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഇവിടെ ടൗൺ ഹാളിനെ കുറിച്ച് പറഞ്ഞു. അത്യാവശ്യം കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരുന്ന ടൗൺ ഹാളാ. ആളാവാൻ വേണ്ടി ഷാഫി പറമ്പിൽ പറഞ്ഞു, ആളാവാൻ വേണ്ടി പറഞ്ഞു, ഞാൻ ഇത് ഫണ്ട് സർക്കാരിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു തരാം, നിലവിൽ ഇത് പൊളിച്ചോ, ബാക്കി ആരും ഞാൻ ഏറ്റു എന്ന് പറഞ്ഞു. ഫണ്ട് വാങ്ങാനുള്ള കപ്പാക്കുറ്റി അദ്ദേഹത്തിനില്ല. സിനിമ, ആ കോമഡിയുള്ള സിനിമ ജോമോൻ ഒറ്റയ്ക്ക് അങ്ങനെ പറയരുത്. അതൊരു വ്യക്തിയാണ്, അതൊരു വിദ്യാർത്ഥിയാണ്. അങ്ങനെ പറയരുത്. അത് തെറ്റാണ്. ശാരീരിക വ്യവസ്ഥ അങ്ങനെ പറയരുത്. അത് വ്യക്തി അധിക്ഷേപമാണ്. രണ്ട് ടേമായിട്ട് ഇവിടെ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നുണ്ടല്ലോ. ഇവിടെ വികസനം പറയുന്നത് നമ്മുടെ ഇവിടെ ഒരു പാർക്ക് ഉണ്ട്, ഇവിടെ AR മേനോൻ പാർക്ക്. അത് നമ്മുടെ 20 മാർച്ചിൽ കോവിഡ് വന്നപ്പോൾ പൂട്ടിയതാണ്. ഇതുവരെ അവിടെ ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിട്ടില്ല. ചോദ്യം CPM പ്രതിനിധിയോട് മാത്രമാണ്, അതുകൊണ്ട് ഉത്തരം അദ്ദേഹം തന്നാൽ മതി. അദ്ദേഹം പറയും. അപ്പൊ ഈ ടെലിവിഷൻ ആദ്യം ഇന്ത്യയിൽ വന്നപ്പോൾ അത് മുതലാളികളുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള പരസ്യപ്പെട്ടിയാണ് വന്ന് സമരം ചെയ്തു. ശേഷം ട്രാക്ടർ വന്നപ്പോൾ അത് തൊഴിലാളികൾക്ക് പണി നഷ്ടപ്പെട്ടപ്പോൾ സമരം ചെയ്തു. ഇന്ന് CPM സ്വന്തമായി 2 ചാനലുണ്ട്. ലാപ്ടോപ്പ് വന്നപ്പോൾ ഇതേ സമരം ചെയ്തു. ഇപ്പോൾ സീപ്ലെയിൻ വന്നു. സീപ്ലെയിൻ 13 വർഷങ്ങൾക്ക് മുമ്പ് വരേണ്ടതാണ്. അന്നും നിങ്ങൾ സമരം ചെയ്തു. ഇപ്പൊ പറയുന്നു അത് വലിയ വികസനമാണ്, കേരളത്തിന് കുതിപ്പുണ്ടാക്കുന്നത്. വികസനം തടസ്സപ്പെടുത്തുന്ന നിങ്ങൾക്ക് പാലക്കാട് എന്തിനു വോട്ട് ചെയ്യണം? കേരളത്തിൽ എല്ലാ വികസന പ്രവർത്തനങ്ങളും അതാത് കാലത്തിന് അനുസൃതമായി വരുന്ന സന്ദർഭത്തിൽ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നം ഇടതുപക്ഷം ഉയർത്തിയിട്ടുണ്ട്. 10 വർഷമല്ല, ഞാൻ പറയട്ടെ, ലാപ്ടോപ്പ് വന്നപ്പോൾ ഇടതുപക്ഷം എതിർത്തു എന്ന് താങ്കൾ പറയുന്നത് വസ്തുതാപരമായി ശരിയല്ല. ഇടതുപക്ഷം ലാപ്ടോപ്പിനെ എതിർത്തിട്ടില്ല. കമ്പ്യൂട്ടർ വന്ന സമയം, ആ ഒരു കാലമുണ്ട്. കമ്പ്യൂട്ടറല്ല, ട്രാക്ടർ വന്നപ്പോൾ അതിനെ എതിർക്കാനിടയായ സാഹചര്യമുണ്ട്. നാട്ടിലെ ജനങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെടുമ്പോൾ ആ നിലയിലുള്ള പ്രയാസമുണ്ടായ സമയത്ത് എതിർത്തിട്ടുണ്ട്. ഞാൻ പറയട്ടെ, ലക്ഷക്കണക്കിന് വരുന്ന കർഷകർക്ക് പാടത്ത് പണിയെടുക്കാൻ, ഇന്ന് നമുക്ക് പാടത്ത് പണിയെടുക്കാൻ കേരളത്തിൽ നിന്ന് തൊഴിലാളികളെ കിട്ടാത്ത സാഹചര്യമാണ്. നമ്മുടെ നാട്ടിൽ ട്രാക്ടർ വന്നു, വ്യത്യസ്തങ്ങളായ യന്ത്രവൽക്കരണം വന്നു. ആ യന്ത്രവൽക്കരണം വന്ന കാലത്ത് ജനങ്ങളുടെ ജീവിതവുമായി അതിനെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് സ്വാഭാവികമായും CPIM നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, സീപ്ലെയിനുമായി ബന്ധപ്പെട്ട് സീപ്ലെയിൻ ഉമ്മൻചാണ്ടി കൊണ്ടുവരാൻ ഉദ്ദേശിച്ച സീപ്ലെയിൻ എവിടെയായിരുന്നു? കായലിലായിരുന്നു. കേരളത്തിൽ ഉമ്മൻചാണ്ടി കൊണ്ടുവരാൻ ഉദ്ദേശിച്ച ഇടത്തല്ല. ഇവിടത്തെ കർഷക, ഈ നാട്ടിലെ മത്സ്യത്തൊഴിലാളികളുടെ, സാധാരണക്കാരായിട്ടുള്ള മുക്കുവരുടെ, അവരുടെ ജീവിതത്തിൽ അവർക്ക് അന്നം മുട്ടുന്ന നിലയിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോൾ എതിർത്തിട്ടുണ്ട്.
സ്വാഭാവികമായും തൊഴിലാളികളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഇടതുപക്ഷം നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതല്ല കേരളത്തിൽ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള സീപ്ലെയിൻ എന്ന് നാട്ടിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. വികസനത്തെ അവർ എതിർത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങളുകൊണ്ട് കേരളിന്റെ കുറ്റി എറിയുന്നത് ആരാ? ഇവിടെ ഒരു ചാറ്റൽ മഴ പെയ്താൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന കേരളത്തിൽ കേരളയിൽ കൊണ്ടുവന്ന് ഇവിടത്തെ അനുമതി കൊടുക്കുന്നുണ്ടല്ലോ അനുമതി കൊടുക്കുന്നുണ്ടല്ലോ. നരേന്ദ്രമോദിയുടെ സർക്കാർ അനുമതി കൊടുത്തില്ല. ഒരു കാര്യവും നരേന്ദ്രമോദി സർക്കാർ ചെയ്യുന്നില്ല. ഞങ്ങൾ ഒടിച്ചിട്ട കൊമ്പാണ്. കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രിയും ഇവിടെ പിണറായി വിജയൻ സർക്കാരും തമ്മിൽ ഉള്ള അവിശുദ്ധ പണമിടപാടിന്റെ ഇടപാടിലാണ് ഇവിടെ കേരളത്തിൽ വീണ്ടും ബിജെപിയുടെ സിപിഎമ്മിന്റെ ബി ടീം അല്ലേ? അല്ല, കേരളയിൽ നരേന്ദ്രമോദി അനുമതി നൽകില്ലെന്ന് അയാൾ പത്രം വായിക്കാത്തതുകൊണ്ടാ. അയാളെ പത്രം വായിക്കാൻ പറയേ. അവിടെ പത്രത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ പറയുന്നു, കേരളത്തിന് നരേന്ദ്രമോദി സർക്കാർ അനുമതി നൽകിയാൽ ഞാൻ എന്റെ രാഷ്ട്രീയ ജീവിതം പെട്ടെന്ന് രാജിവെക്കാം. പറയുന്നു പെട്ടെന്ന് രാജിവെക്കാം. അഡ്ജസ്റ്റ്മെന്റിനെ കുറിച്ചും ബി ടീമിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിച്ഛേദിക്കേണ്ട സമയം കഴിഞ്ഞു. അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം ഇവിടെ നടത്തി. ഒരു മിനിറ്റ്, ഞാൻ പറയാം. ഇവിടെ വ്യക്തതയില്ലാതെ ഇവിടെ കൃത്യമായി കള്ളപ്പണം കൊണ്ടുവന്നു. കള്ളപ്പണം കൊണ്ടുവന്നപ്പോൾ ആരാ കൊണ്ടുവന്നത്? സുരേന്ദ്രൻ കൊടകരയിലേക്ക് കള്ളപ്പണം സുരേന്ദ്രൻ കൊണ്ടുവന്നപ്പോ ഒന്ന് പറയട്ടെ. ഷാഫി പറമ്പലിനെതിരെ സുരേന്ദ്രൻ ആരോപിച്ചു. മുറികളുള്ള ഒരു ഫ്ലാറ്റിൽ പേരിന് 12 മുറികൾ മാത്രം തെരഞ്ഞ് ആ കള്ളപ്പണം സുരക്ഷിത മണ്ഡലത്തിലേക്ക് മാറ്റാൻ അനുമതി കൊടുത്തത് കേരള പോലീസാണ്. ഇവരുടെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ ചില അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണ്. പിന്നെ അഡ്ജസ്റ്റ്മെന്റിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. ഇവിടെ മാത്തൂരും സിപിഎമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ 5 വോട്ട് പോലും തികച്ചു കിട്ടാതിരുന്നത് എന്താണെന്ന് ഇവർ വ്യക്തമാക്കണം. അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞല്ലോ. ഇവിടുത്തെ സ്പീക്കർ നിയമസഭയ്ക്കകത്ത് പറഞ്ഞു, ഞങ്ങളോട് മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം തോൽപ്പിക്കുമെന്ന്. നിയമസഭയ്ക്കകത്ത് രാജേഷും റഹീമും കൂടി അവിടെ നടത്തിയ പ്ലാൻ അല്ല രതീഷ് ഒരു കാര്യം പറഞ്ഞാൽ മതി. അതായത് 4 കോടി രൂപ ഷാഫി പറമ്പിൽ ഈ കള്ളപ്പണത്തിൽ നിന്ന് കൈപ്പറ്റിയിട്ടുണ്ടെന്ന് സുരേന്ദ്രൻ ആരോപിച്ചു. അങ്ങനെയാണെങ്കിൽ സുരേന്ദ്രനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കോ? ഞാൻ പറയട്ടെ, ഞാനൊരു കാര്യം പറയാ. ഇവിടെ പിണറായി വിജയന്റെ സർക്കാരിനും പോലീസിനും ഒരു കഴിവുമില്ല എന്നുള്ളതല്ല. 700 മീറ്റർ സഞ്ചരിക്കാൻ രാഹുൽ മാങ്കൂട്ടം 4 ഇന്നോവ 2 മണിക്കൂർ യാത്രയുള്ള കോഴിക്കോടിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പോവാൻ 2 പെട്ടി നിറയെ ഡ്രസ് അവിടെ ഞാൻ കാണാൻ പോവുകയാണോ? നമ്മളൊക്കെ രാവിലെ ഇട്ട ഡ്രസ്സില് ആകാശത്ത് വടിയെറിഞ്ഞ പോലെ ഇവിടെ വെറുതെ ഓടുന്ന എറിഞ്ഞിട്ട് കാര്യമില്ല. സ്ഥാനാർത്ഥി പറഞ്ഞതാ. ഈ കോഴിക്കോട് പോയിട്ട് വരെ 2 പെട്ടി ഡ്രസ് ഞങ്ങളുടെയൊക്കെ പലതും തിരിച്ചു വരാൻ കോഴിക്കോടിലേക്ക്. എന്റെ ചോദ്യം BJP പ്രതിനിധി ജോമനാണ്. ദാരിദ്ര്യരേഖയിൽ ഇന്ത്യയിൽ 2014 ഇന്ത്യൻ ഇൻഡെക്സ് 55 സ്ഥാനത്താണ്. ഇപ്പോൾ അത് 105 ഇന്ത്യ മാറി. അപ്പോൾ ഈ 10 വർഷം കൊണ്ട് അത്രയും വികസനം എന്താണ് ഉണ്ടായത്? ദാരിദ്ര്യരേഖ അത്രയും കൂടിയിരിക്കുകയാണ് ഇന്ത്യയിൽ.
അത് ഈ BJP ഗവൺമെന്റ് ഇന്ത്യക്കാർ സമാധാനമുള്ള ബംഗ്ലാദേശിന്റെ ബംഗ്ലാദേശ് ഞാൻ മൊത്തത്തിൽ ഇന്ത്യയിലെ സെൻട്രൽ ഗവൺമെന്റ് കാര്യം ഞാൻ പറയുന്നത്. സമാധാന ഇൻഡെക്സിലൊക്കെ ഇന്ത്യക്കാൾ മുന്നിലാ ബംഗ്ലാദേശ്. അറിയാലോ ബംഗ്ലാദേശ് നടക്കുന്നത് ഇങ്ങനെ കുറെ ഇൻഡെക്സുമായിട്ടൊക്കെ ഇവര് വരും, നമുക്കറിയാം. ഇതിന്റെ UN ഇത് എന്റെ കണക്കോ സമാധാന സൂചികയിൽ ഇന്ത്യക്കാർ എത്രയോ മുകളിലാണ് ബംഗ്ലാദേശ്. നീതി ആയോഗിന്റെ ലിസ്റ്റ് പ്രകാരം കേരളം ഒന്നാമതാണ്. ഇന്ന് GDP വളർച്ചയിൽ 2014 ഈ 2024 അവസാനം വന്ന് നിൽക്കുമ്പോൾ ഈ രാഹുൽ ഗാന്ധിയും മൻമോഹൻ സിംഗും ഭരിച്ചതിനേക്കാൾ എത്രയോ മടങ്ങ് GDP വളർച്ച നേടിയ ഒരു രാജ്യമുണ്ടെങ്കിൽ ലോകത്ത് തന്നെ അത് ഭാരതമാണ്. ആണോ പ്രേംകുമാർ, ആ കണക്കുകൾ ശരിയാണോ? GDPയുടെ കാര്യം എവിടെ നിന്നാണ് താങ്കൾ പറഞ്ഞതെന്ന് മനസ്സിലായില്ല. താങ്കൾ ഏത് വർഷത്തെ GDP ആണ് ഇപ്പൊ പറയൂ? ഏത് വർഷമാണ് GDP എന്ന് പറയുന്നത്? ഏത് വർഷമാണ് ഇന്ത്യ രാജ്യത്ത് ഈ 2014-ലും 2024-ലും GDPയുടെ വളർച്ചയെ സംബന്ധിച്ച് അങ്ങ് പറഞ്ഞു? അങ്ങ് പറഞ്ഞ സാങ്കേതിക കണക്ക് എന്തായാലും ലോകത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യൻ പട്ടിണി കിടന്ന് മരിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. കേരളമാണെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കാം. കാരണം കഴിഞ്ഞ നാളുകളിലെ കർഷക ആത്മഹത്യ മാത്രം എടുത്തു നോക്കിയാൽ മതി. താങ്കൾ കണക്ക് പറയൂ. കേരളത്തിൽ എത്ര കർഷകർ ആത്മഹത്യ ചെയ്തു? യുപിയിൽ എത്ര കർഷകർ ആത്മഹത്യ ചെയ്തു? ഏറ്റവും കൂടുതൽ കർഷക ആത്മഹത്യ ഉള്ളത് കേരളത്തിലാണ്. ഏറ്റവും കൂടുതൽ മനുഷ്യൻ പട്ടിണി കിടന്ന് മരിക്കുന്ന രാജ്യം നമ്മുടെ ലോകത്തെ ഏറ്റവും കൂടുതൽ മനുഷ്യൻ പട്ടിണി കിടന്ന് മരിക്കുന്ന രാജ്യം ഇന്ത്യ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യർ തൊഴിലില്ലായ്മ മരിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. പോഷകാഹാരക്കുറവ് മൂലം ലോകത്ത് ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ രൂക്ഷമായി നിൽക്കുന്ന രാജ്യം കണക്കാണെന്ന് പറയൂ. വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും BJPയുടെ വസ്തുതാപരമായിട്ട് പറയേ. തൊഴിലില്ലായ്മയുടെ കാര്യത്തിൽ, അതിദരിദ്രരുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഈ രാജ്യത്ത് ജനങ്ങളുടെ സുരക്ഷിതമായ ജീവിതം എന്നത് യഥാർത്ഥത്തിൽ പ്രയാസം അനുഭവിക്കുന്നത് അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യം ഇന്ത്യ. മാധ്യമ സ്വാതന്ത്ര്യം, ലോകത്ത് മാധ്യമ സ്വാതന്ത്ര്യം മോദിയുടെ 10 വർഷത്തെ ഭരണത്തിനിടയിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളിക്കപ്പെട്ട രാജ്യമായി ഇന്ത്യ മാറിയില്ലേ? താങ്കൾ പറയേ. ഒരു മാധ്യമ പ്രവർത്തകരെ റൂമിൽ കൊണ്ടുപോയി വരട്ടി. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെ ഏറ്റവും കൂടുതൽ അതിക്രമം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെ മോദി ഭരിച്ച ഇന്ത്യയിലാണ്. സുരക്ഷിതത്വവും നരേന്ദ്രമോദിയുടെ ഭരണത്തിലാണ്. കൊടുക്കണം. കാരണം എന്താ? ജോമോൻ ഇവിടെ ഉണ്ടയില്ല വെടി ഇങ്ങനെ വെച്ചോണ്ടേയിരിക്കുക. ഇവിടെ പാലക്കാട് മുനിസിപ്പാലിറ്റി മര്യാദയ്ക്ക് ഭരിക്കാൻ അറിയാത്ത കഴിവ് കെട്ട ഭരണാധികാരിയായ BJPയുടെ വക്താവിന്റെ കയ്യിൽ നിന്നും ഇതിൽ കൂടുതൽ എന്താ പ്രതീക്ഷിക്കുക? ഒരു മുനിസിപ്പാലിറ്റി മറ്റൊരു മുനിസിപ്പാലിറ്റി നമുക്കത് നാളെ മുനിസിപ്പാലിറ്റി അത്ര ഇവിടുത്തെ മുഴുവൻ ഫ്ലഡ് ലൈറ്റുകൾ എടുത്തു നോക്കിയാൽ ഒരെണ്ണം കത്താത്തുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ പോവാം. അതിനുള്ള സമയം തരാം. എണ്ണി പറ നഗരസഭയുടെ നേട്ടങ്ങൾ പാലക്കാട്. ഈ നഗരസഭ ഇന്ത്യയിലെ ഏറ്റവും നല്ല നഗരസഭയ്ക്കുള്ള അവാർഡ് നേടിയ നഗരസഭ ഈ നഗരസഭ. നഗരസഭയിലെ റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ നിങ്ങൾ കാണുന്നുണ്ടോ? ഈ നഗരസഭ നിങ്ങൾ ഇപ്പൊ വരൂ. പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല.
വികസനങ്ങൾ ചർച്ച ചെയ്യാൻ. ഒരു അപകടം കേരളത്തിലെ 3.5 കോടി ജനങ്ങളെയും കാത്തിരിക്കുകയാണ്. വൈദ്യുതി ചാർജ് വർധനവ്, മാത്രമല്ല പെട്രോളും 80 കൊല്ലം നിങ്ങൾ ഈ രാജ്യത്ത് ഭരിച്ചിട്ട് ഇവിടുത്തെ പട്ടിണി മാറ്റാനും കഴിഞ്ഞിട്ടില്ല. ഒരു സെന്റുള്ള ഒരു ഭൂമി ഉടമയ്ക്ക് പോലും 6000 രൂപ ഒരു വർഷത്തിൽ കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് ഉണ്ടെങ്കിൽ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഏതെങ്കിലും സർക്കാർ വർഷത്തിൽ 6000 രൂപ കൊടുത്തിട്ടുണ്ടോ? 72,000 കോടി രൂപ കാർഷിക കടമയിൽ മഹാത്മാഗാന്ധി ദേശീയ വിഹിതം തൊഴിലുറപ്പിന്റെ ഗ്രാമീണ മേഖലയിൽ തൊഴിലുറപ്പിന്റെ 5 കൊല്ലമായി തുടർച്ചയായി വെട്ടിക്കുറയ്ക്കുന്ന ഗവൺമെന്റ്, നരേന്ദ്രമോദി ഗവൺമെന്റ്. ഭക്ഷ്യധാന്യങ്ങളുടെ സബ്സിഡി ഓരോ വർഷവും വെട്ടിക്കുറയ്ക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റ്. ആനുകൂല്യങ്ങൾ ഓരോ തവണയും വെട്ടിക്കുറയ്ക്കുന്ന ഗവൺമെന്റ് നരേന്ദ്രമോദി ഗവൺമെന്റ്. നിങ്ങൾ ഭക്ഷ്യധാന്യങ്ങളുടെ സബ്സിഡി വെട്ടിക്കുറയ്ക്കും, സ്കീം വർക്കേഴ്സിന്റെ ആനുകൂല്യം വെട്ടിക്കുറയ്ക്കും, തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഒരു സർക്കാർ ഒരു നാട് നാടിന്റെ ശബ്ദം. സാറേ, ഞാൻ കോൺഗ്രസ് പ്രതിനിധിയോടാണ് ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ പ്രിയങ്ക ഗാന്ധി വയനാട് വന്ന് മത്സരിക്കുന്നുണ്ട്. ഈ പ്രിയങ്ക ഗാന്ധിക്ക് മറ്റേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനമുള്ള വ്യക്തി തന്നെയാണ്, ഇല്ലയെന്ന് പറയില്ല. റോബർട്ട് വധേര എന്ന് പറഞ്ഞ അവരുടെ ഭർത്താവ് BJPക്ക് വേണ്ടി 170 കോടി കൊടുത്തത് എന്തിനാണെന്നുള്ളതെന്ന് വ്യക്തമാക്കണം. അതുപോലെ ഞങ്ങളെ രാമക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടി വെള്ളി ഇഷ്ടിക കൊടുത്തയച്ചത് ഞങ്ങളാണ്, കൊടുക്കേണ്ടത് ഞങ്ങളാണ്, കെട്ടേണ്ടത് ഞങ്ങളാണ്, ഇതിന് തുടക്കം കുറിച്ച് ഞങ്ങളാണ്, പള്ളി പൊളിക്കാൻ അനുമതി കൊടുത്തത് ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്ന കോൺഗ്രസ്സുകാർ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരുപാട് പേരുണ്ട്. ഇതിനുള്ള മറുപടി എന്താണ്? കോൺഗ്രസ്, അതായത് പ്രിയങ്ക ഗാന്ധിയുടെ ട്വീറ്റ്, അതായത് അദ്ദേഹം ചോദിച്ച ചോദ്യം, ഞങ്ങൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തെ വെച്ച് ഈ വാദ്രിയുമായി കണക്ട് ചെയ്ത് ഇവിടെ പിന്നെ വെള്ളി കല്ല് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ഇവിടെ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഇടയിൽ, സഹോദര, മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഇടയിൽ കോൺഗ്രസ് ഹിന്ദു പീഡനം നടത്തുന്നു, അതുകൊണ്ട് കോൺഗ്രസ് വോട്ട് ചെയ്യണ്ട എന്നുള്ള ഒരു ചുരുക്കാണ് അദ്ദേഹത്തിന്റെ ചോദ്യത്തില്. ഏട്ടാ പുറമെ ആ വർത്തമാനം അവിടെ വെച്ചാൽ മതി. ഇവിടെ വർത്തമാനം പോലെ ഒന്നും ചോദ്യത്തിന് ഉത്തരവില്ല. നിങ്ങളുടെ പ്രിയങ്ക ഗാന്ധി, നിങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നോക്കോ, ആ ചോദ്യം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കൊണ്ടു. അത് ഒരു കോലമില്ല. പ്രിയങ്ക ഗാന്ധിയുടെ കേസ് നിങ്ങൾ എവിടുത്തെ ഇടതുപക്ഷക്കാരൊക്കെ കൂടിയിട്ട് പ്രിയങ്ക ഗാന്ധിയുടെ കൈപ്പത്തിക്ക് വോട്ട് ചെയ്യൂ. ആ പ്രിയങ്ക ഗാന്ധിയോടൊപ്പമാണ് പ്രിയങ്കരനായ മൺമറഞ്ഞു പോയ സീതാറാം യെച്ചൂരിയും ഡി രാജയും ഒക്കെ പ്രിയങ്ക ഗാന്ധിയോടൊപ്പമാണ്. ഇവിടെ പിണറായി വിജയൻ മാത്രമുള്ള കുഴപ്പം. അതെ, ആ കാര്യം ചോദിക്കാൻ അവിടെ മെമ്പർമാർ ചോദിക്കാം. നെല്ലിന്റെ സംഭരണ വിലയെ കുറിച്ച് MLA പറഞ്ഞു. നിനക്ക് അത്ര വേദനയൊന്നുമില്ല, വേദന അനുഭവിക്കണ്ട, വേദന ഉണ്ടെങ്കിൽ ഇവിടെ വരില്ല, നമുക്കറിയാം. ഒറ്റ മിനിറ്റ്, ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ പറയാം. വ്യക്തി അതിശയം പാടില്ല. പാലക്കാട് മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥി മാത്രമല്ല, ഈ മണ്ഡലത്തിലെ ഒരു വോട്ടർ കൂടിയാണ്. അയ്യോ, ഞാൻ ഇവിടെ ഇറക്കുമതി ചെയ്തതാണെന്നൊക്കെ പറയുന്നതിൽ അത് മാപ്പ് പറയണം. ഞാനിവിടെ ചായ കുടിക്കാൻ സരിന് വോട്ട് കുത്താനാണോ അത് ക്രോസ് വോട്ട് ചെയ്യാനാണോ? മാനദണ്ഡങ്ങൾ മനസ്സിലാക്കിയിട്ട് വർത്തമാനം പറയൂ. ഒരു വിദ്യാർത്ഥി അപമാനിക്കണോ? എല്ലാരും ഈ സുരേഷ് ഗോപി ആണെന്ന് കരുതരുത്. ആ സുഹൃത്ത് ഒരു ചോദ്യം, കോളേജ് തുടങ്ങിയ സമയത്ത് സ്വന്തമായിട്ടൊരു ആശുപത്രിയോ കുട്ടികൾക്ക് ഹോസ്റ്റലോ ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു സംഭവമാണ് യാത്രാ സൗകര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ 11ാം വർഷത്തിൽ എത്തി നിൽക്കുന്ന പാലക്കാട് മെഡിക്കൽ കോളേജിലെ MLA ഫണ്ടിൽ നിന്ന് ഒരു ബസ് പോലും അനുവദിക്കാൻ ഷാഫി പറമ്പിൽ MLAക്ക് സാധിച്ചിട്ടില്ല.
അതെന്താണ് അതടക്കം എന്തുകൊണ്ട് UDF സ്ഥാനാർത്ഥി അത് പറഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്കളുടെ റോൾ. പാലക്കാട് ഷാഫി പറമ്പിൽ ഒരു നല്ല വ്യക്തമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്ലാൻ ഷാഫി പറമ്പിൽ വെച്ച് പുലർത്തിയിട്ടുണ്ടായിരുന്നു. ആ ഷാഫി പറമ്പിൽ വെച്ച് പുലർത്തിയ പ്ലാനിന്റെ ഭാഗമായി വിക്ടോറിയ കോളേജിലേക്ക് നമ്മൾ ബസ് അനുവദിച്ചു. അതുപോലെ തന്നെ മോയിൻ സ്കൂളിന്റെ ഡെവലപ്മെന്റ്, KSRTC സഹോദര അടുത്ത രാഹുൽ മാങ്കൂട്ടം MLA ആയി വന്നാൽ മെഡിക്കൽ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഷാഫി പറമ്പിൽ MLA ആണ് പറഞ്ഞത് ബസ് അനുവദിക്കുമെന്ന്. അതേപോലെ തന്നെ പ്രിന്റർ, ഞങ്ങൾക്കൊരു പ്രിന്റർ കൊണ്ടുവരാന്ന് പറഞ്ഞു. പ്രിന്റർ പോയിട്ട് പേപ്പർ പോലെ ഈ പരിതസ്ഥിതിയിൽ എന്തുകൊണ്ട് LDF സ്വതന്ത്രൻ ഡോക്ടർ പി സരിൻ ജയിക്കണം? ഇവിടെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ മത്സരം LDF-ഉം UDF-ഉം തമ്മിലാണ് എന്ന് കോൺഗ്രസ് തന്നെ സമ്മതിച്ചു. ഇവിടെ LDF-ഉം UDF-ഉം തമ്മിലാണ് മത്സരം. ഈ നാട്ടിലെ ജനങ്ങൾക്ക് നിങ്ങൾ മാറിക്കോ, അത് ജനങ്ങൾ മാറ്റും. നിങ്ങൾ ഇവിടെ നിന്ന് മാറില്ല, ജനങ്ങൾ വ്യക്തമാണ്. പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ ചൂട് പിടിച്ച് അതിന്റെ ഉത്തുംഗതയിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള കൊട്ടിക്കയറ്റത്തിൽ എന്താണ് ജനത തീരുമാനിക്കുന്നതെന്ന് അറിയുക മാത്രമാണ് പടക്കളം. അതിനുള്ള ക്യാമറയും മൈക്കും നൽകുന്നു എന്ന് മാത്രം. ഇവിടെ ഇന്ന് പൂർത്തിയാകുന്നു പടക്കളം.